ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പത്തിരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. തേങ്ങ, ചെറിയുള്ളി, ജീരകം ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങേൻ്റെ മിക്സും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വാട്ടിയെടുത്തിട്ടുള്ള മാവ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പ്രസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും വലിപ്പമുള്ള ഈ ഒരു മാവ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് കുഴലിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് പ്രസ്സിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിയൊക്കെ നമ്മുടെ കൈ വെച്ചിട്ട് ബാക്കിയൊന്ന് തിക്നെസ്സൊക്കെ ഒന്ന് നല്ല ലെവലിലൊന്നാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് ആ ഒരു ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വരുള്ളൂ. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊരിച്ച പത്തിരിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല വെന്ത്, അതുപോലെ തന്നെ ആ ഒരു പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ട് നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.